എല്ലാവർക്കും ഡെയിലി ന്യൂസിൻ്റെ മറ്റൊരു ചുരുക്ക വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 20 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗൻസു പ്രവിശ്യയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 126-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് 32 തുടർ ഭൂകമ്പങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതീവ ശൈത്യം നേരിടുന്ന ഈ മേഖലയിൽ ഭൂകമ്പത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം അതിദുഷ്കരമാണ് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഭൂകമ്പത്തിൽ 700-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റപ്പോൾ 1,50,000-ൽ പരം വീടുകൾ തകർന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പാർലമെന്റിൽ പ്രതികരിക്കാത്തതിനെതിരെ തുടർന്ന് പ്രതിപക്ഷ എംപിമാർ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എംപിമാർക്കെതിരെയുള്ള രൂക്ഷ നടപടികൾ ഇന്നലെയും പാർലമെന്റിൽ തുടർന്നു. പ്രതിഷേധിച്ച 49 പ്രതിപക്ഷ എംപിമാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പ്രതിഷേധിച്ച ലോക്സഭയിലെയും രാജ്യസഭയിലെയും 141 എംപിമാരെയാണ് ഇതുവരെ പുറത്താക്കിയിട്ടുള്ളത്. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുറത്താക്കൽ പരമ്പരയ്ക്കാണ് പാർലമെന്റിന്റെ പുതിയ മന്ദിരം സാക്ഷ്യം വഹിക്കുന്നത്. സസ്പെൻഷൻ നടപടികളിൽ കടുത്ത പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം ലോക്സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സഭാ സമ്മേളനം തീരുന്ന മറ്റന്നാൾ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ കക്ഷികളുടെ സംഘടനയായ ഇന്ത്യ ബ്ലോക്ക് മുന്നണി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ സമവായമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ കക്ഷികളുടെ സംഘടനയായ ഇന്ത്യ ബ്ലോക്ക് ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, ആം ആദ്മി പാർട്ടി, ജനതാദൾ എന്നീ പാർട്ടികളിലെ നേതാക്കൾ ഇന്നലെ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാണിക്കണമെന്ന് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ആവശ്യപ്പെട്ടുവെങ്കിലും അത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാം എന്നായിരുന്നു ഖർഗെയുടെ പ്രതികരണം. 400ഓളം ലോക്സഭാ സീറ്റുകളിൽ ജനുവരി 15-ന് മുമ്പ് പൊതു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനാണ് സമ്മേളനത്തിൽ തീരുമാനമെടുത്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം KSEB ഉണ്ടാക്കിയ 1023 കോടി രൂപയുടെ നഷ്ടത്തിൽ 767 കോടി രൂപയും ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച കേരള സർക്കാർ. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5% കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഉപാധി അനുസരിച്ചാണ് ഇത്. 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഊർജ്ജ മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളുടെ GSDPയുടെ 0.5% തുക അധികം കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിക്കാറുണ്ട്. ഇതേ തുടർന്ന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുവാനാണ് കേരള സർക്കാർ KSEBയുടെ നഷ്ടം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചത്. ഇതിലൂടെ 5000 കോടി രൂപയെങ്കിലും കേരള സർക്കാരിന് അധികമായി കടമെടുക്കുവാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പുതുക്കിയ പോസ്റ്റ് ഓഫീസ് ബിൽ ലോക്സഭ പാസാക്കി. ഈ ബിൽ കഴിഞ്ഞ ദിവസം രാജ്യസഭയും പാസാക്കിയിരുന്നു. പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്ന ഏത് വസ്തുവും രാജ്യസുരക്ഷ കണക്കിലെടുത്ത് തുറന്ന് പരിശോധിക്കുവാനും പിടിച്ചെടുക്കുവാനും സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളുള്ളതാണ് പുതിയ പോസ്റ്റ് ഓഫീസ് ബിൽ. ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച ടെലികോം ബിൽ പ്രകാരം ചതിയിലൂടെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ കൈക്കലാക്കി സിം കാർഡ് എടുത്ത ടെലികോം ബിൽ പ്രകാരം 3 വർഷം തടവോ പിഴയോ ലഭിക്കും. ഉത്തരേന്ത്യയിലും മറ്റും ഗ്രാമീണരുടെ തിരിച്ചറിയൽ രേഖ തട്ടിയെടുത്ത ശേഷം അതുപയോഗിച്ച് സിം കാർഡുകൾ എടുക്കുന്ന സൈബർ തട്ടിപ്പുകാരെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തനിക്കെതിരായി ബാനറുകൾ നീക്കം ചെയ്യാത്തതിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടിയതിന് തൊട്ടു പിന്നാലെ SFI കെട്ടിയ ബാനറുകൾ അഴിച്ചുമാറ്റുവാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ഗവർണറെ അധിക്ഷേപിച്ച് സെനറ്റ് ഹൗസിന്റെ പ്രധാന കവാടത്തിൽ SFI കെട്ടിയ ബാനറുകൾ അടിയന്തരമായി അഴിച്ചുമാറ്റുവാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം തനിക്ക് പോലീസ് സുരക്ഷ വേണ്ട എന്ന ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാന്റെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് ഷഹേബ്. സുരക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിനുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. വടക്കൻ ഗാസയിലെ അൽ അഹ്ലി ആശുപത്രി ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് ഡോക്ടർമാരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണം നേരിടുന്ന ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണം നേരിടുവാൻ അന്താരാഷ്ട്ര ദൗത്യ സഖ്യം
പ്രഖ്യാപിച്ച് അമേരിക്ക. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചൊവ്വാഴ്ച ബഹ്റൈനിലാണ് പുതിയ സഖ്യസേന പ്രഖ്യാപിച്ചത്. അമേരിക്ക, ബ്രിട്ടൻ, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഈ സഖ്യസേനയിൽ പങ്കാളികളാണ്. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ പ്രളയക്കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമെത്തിക്കുന്നതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ തുടരുന്നു. 5 ജില്ലകളിലെ 40 ലക്ഷത്തിൽ പരം ആളുകൾ പ്രളയക്കെടുതിയുടെ പിടിയിലാണ് എന്നും കേന്ദ്ര സംസ്ഥാന ഏജൻസികളും 3 സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. അതേസമയം കനത്ത മഴയിൽ റെയിൽവേ ട്രാക്ക് തകർന്നതുമൂലം ട്രെയിനിൽ കുടുങ്ങിപ്പോയ 687 യാത്രക്കാരെ 40 മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ജൂലൈ 9 കോഴിക്കോട് സ്വദേശിയെ ഡീപ്പ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഹൃത്ത് എന്ന വ്യാജേന 40,000 രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ മഹാരാഷ്ട്ര സ്വദേശികളെ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിൽ കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കോടതി വിട്ടു. IPLലേക്ക് ഇന്നലെ നടന്ന മിനി ലേലത്തിൽ IPL ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും തുകയായ 24,75,00,000 രൂപയ്ക്ക് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്ട്രാക്കിനെ സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കെബർഹയിൽ നടന്ന 2ാം ഏകദിന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ട് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 211 റൺസിന് പുറത്തായപ്പോൾ സൗത്ത് ആഫ്രിക്ക 2 വിക്കറ്റ് നഷ്ടത്തിൽ 42 ഓവറിൽ ലക്ഷ്യം കണ്ടു. വിവരാവകാശ മറുപടിയിൽ പേര് വെക്കാത്തതിന് 2 ഓഫീസർമാരെ ഇമ്പോസിഷൻ എഴുതിച്ച് വിവരാവകാശ കമ്മീഷൻ. ഇന്നലെ കോഴിക്കോട് നടന്ന സിറ്റിംഗിലായിരുന്നു ഈ വിചിത്ര നടപടി. ഇതോടുകൂടി ഇന്നത്തെ ചുരുക്ക വാർത്തകൾ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.